എല്ലാ ദിവസവും സന്ധ്യ ആകുമ്പോൾ സൂര്യൻ എങ്ങോട്ടായി പോകുന്നത്? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ പുരാതന ഈജിപ്തുകാർക്ക് ഇതിന് വ്യക്തമായ ഒരു ഉത്തരമുണ്ടായിരുന്നു. അതൊരു വെറും കഥയല്ല, പ്രപഞ്ചത്തെയും ആത്മാവിനെയും കുറിച്ചുള്ള ഒരു വലിയ വഴികാട്ടി തന്നെയായിരുന്നു. അപ്പോ ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അസ്തമിക്കുന്നത് വെറുമൊരു സാധാരണ സംഭവമേ അല്ല. സത്യത്തിൽ അതൊരു വലിയ യാത്രയുടെ തുടക്കമായിരുന്നു. ദൈവങ്ങളും ഭീകരരൂപികളും മാന്ത്രിക ശക്തികളുമെല്ലാം നിറഞ്ഞ ഒരു യാത്ര. പ്രപഞ്ചം നിലനിൽക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു യാത്ര. അവരെ ലോകത്തെ വിളിച്ചിരുന്നത് ദുവാത്ത് എന്നായിരുന്നു, അതായത് അവരുടെ പാതാളം. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നരകമൊന്നുമല്ല കേട്ടോ ഇത്. മറിച്ച് ഒരു പുനർജന്മത്തിനുള്ള ഇടമായിരുന്നു അത്. ഓരോ രാത്രിയും സൂര്യദേവൻ ഈ ലോകത്തെത്തി അവിടുത്തെ പരീക്ഷണങ്ങളെയെല്ലാം അതിജീവിച്ച് അടുത്ത പ്രഭാതത്തിലേക്ക് പുനർജനിക്കാൻ വേണ്ടി സ്വയം നവീകരിക്കണം. അതാണ് നിയമം. അപ്പോ അവരുടെ ഈ വിശ്വാസങ്ങളൊക്കെ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നല്ലേ? അതിനാണ് കവാടങ്ങളുടെ പുസ്തകം എന്നൊരു ഗ്രന്ഥമുള്ളത്. ഇതൊരു വെറും കെട്ടുകഥയായിരുന്നില്ല അവർക്ക്. മരണത്തിനു ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഒരു മാപ്പ്, ഒരു വഴികാട്ടി. അതായാണ് അവർ ഈ പുസ്തകത്തെ കണ്ടിരുന്നത്. ഇതൊരു സാധാരണ പുസ്തകമല്ല, ഇതൊരു ദൈവികമായ വഴികാട്ടിയാണ്. ഫറവോമാരുടെ ശവകുടീരങ്ങളിലൊക്കെ ഇത് കൊത്തിവെച്ചത് എന്തിനാണെന്നറിയോ? ഫറവോയുടെ ആത്മാവിന് മരണശേഷം ദൈവങ്ങളോടൊപ്പം ആ പാതാളത്തിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്ത് പുനർജനിക്കാൻ വേണ്ടിയായിരുന്നു. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ, ഈജിപ്ഷ്യൻ വിശ്വാസത്തിൽ അറിവാണ് ഏറ്റവും വലിയ ശക്തി. തുവാത്തിലെ രഹസ്യങ്ങൾ, അവിടുത്തെ കാവൽക്കാരുടെ പേരുകൾ, ഇതൊക്കെ അറിയാമെങ്കിൽ ആത്മാവിന് അതൊരു മാന്ത്രിക കവര്യം പോലെയാണ്. സംരക്ഷണം ഉറപ്പ്. അപ്പോ ആരാണ് എല്ലാ രാത്രിയും ഇത്രയും അപകടം പിടിച്ച് യാത്ര നടത്തുന്നത്? ശരി, നമുക്കീ കഥയുടെ ഹീറോയെ തന്നെ നേരിട്ട് പരിചയപ്പെടാം. സാക്ഷാൽ സൂര്യദേവൻ. ഇതാണ് നമ്മുടെ കഥാനായകൻ റാ, സൂര്യദേവൻ. പക്ഷെ രാത്രിയാകുമ്പോൾ രൂപം മാറും. ആടിന്റെ തലയുള്ളൊരു രൂപമായിരിക്കും അദ്ദേഹത്തിന്. കൂട്ടിന് ആരൊക്കെയുണ്ടെന്നോ? മാന്ത്രികതയുടെയും ബുദ്ധിയുടെയും ദേവന്മാർ. പാതാളത്തിലെ ആ കനത്ത ഇരുട്ടിനെ അതിജീവിക്കാൻ അവരാണ് റാലെ സഹായിക്കുന്നത്. ത്രയുടെ ഈ യാത്രയെ 12 മണിക്കൂറുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് രാത്രിയിലെ ഓരോ മണിക്കൂറും ഓരോ ഘട്ടമാണ്. ഓരോ മണിക്കൂറും ഒരു പുതിയ ലോകം. അതിന് അതിൻ്റേതായ കവാടങ്ങളുണ്ട്, ഭീകരന്മാരായ കാവൽക്കാരുണ്ട്, പിന്നെ കടുപ്പമേറിയ വെല്ലുവിളികളും. ഓരോ കവാടവും കടക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. അവിടുത്തെ കാവൽക്കാരുടെ രഹസ്യപേരുകൾ റാ അറിഞ്ഞിരിക്കണം. ആ അറിവാണ് പാതാളത്തിലെ ശക്തികൾക്കുമേലുള്ള റായുടെ അധികാരം തെളിയിക്കുന്നത്. അതോടെ മുന്നോട്ടുള്ള വഴിയും തുറന്നു കിട്ടും. യാത്ര പകുതിയെത്തുമ്പോൾ, അതായത് 6ാമത്തെ മണിക്കൂറിൽ, കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകും. റാ തന്റെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളെ നേരിടുന്നത് ഇവിടെ വെച്ചാണ്. ഇത് റാക്കു മാത്രമല്ല, പാതാളത്തിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരു മനുഷ്യന്റെ ആത്മാവിനും ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ്. ഇവിടെയാണ് മരിച്ചവരുടെ ദേവനായ ഒസിരിസിന്റെ വിധി നിർണയ സഭയുള്ളത്. ഈജിപ്ഷ്യൻ വിശ്വാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണിത്. ഓരോ ആത്മാവും ഭൂമിയിൽ ജീവിച്ചപ്പോൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ വിചാരണ ചെയ്യപ്പെടും. ഒരു തൂവലിനേക്കാൾ ഭാരം കുറവായിരിക്കണം അവരുടെ ഹൃദയത്തിന്. എങ്കിൽ മാത്രമേ യാത്ര തുടരാൻ അനുവാദമുള്ളൂ. അപ്പോ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അല്ലേ? റായുടെ ഈ യാത്ര ഒരു പ്രതീകം കൂടിയാണ്. പാതാളത്തിലൂടെ കടന്നുപോകുന്ന ഓരോ സാധാരണ ആത്മാവിന്റെയും യാത്രയെ തന്നെയാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ടുതന്നെ സൂര്യദേവന്റെ വിജയം ഓരോ മനുഷ്യന്റെയും പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഈ വിധിനിർണയത്തേക്കാൾ വലിയൊരു അപകടം ആ ഇരുട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പ്രപഞ്ചത്തിലെ മുഴുവൻ അരാജകത്വത്തിന്റെയും നാശത്തിന്റെയും പ്രതീകമായ ഒരു ഭീകരൻ. അവൻ സൂര്യദേവനെ നേരിടാനായി മുന്നോട്ടു വരികയാണ്. അവന്റെ പേരാണ് അബേബ്, അരാജകത്വത്തിന്റെ ഭീമാകാരനായ സർപ്പം. അവന്റെ ലക്ഷ്യം ഒന്നുമാത്രം: സൂര്യന്റെ നൗകയെ വിഴുങ്ങി ഈ ലോകത്തെ എന്നേക്കുമായി ഇരുട്ടിലാഴ്ത്തുക. അതുകൊണ്ടുതന്നെ എല്ലാ രാത്രിയും സൂര്യൻ ഉദിക്കുന്നത് തടയാൻ അബേബ് ശ്രമിക്കും. പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ എല്ലാ രാത്രിയും ഈ യുദ്ധം നടക്കണം. സത്യത്തിൽ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. പ്രപഞ്ചത്തിലെ ക്രമവും അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന അരാജകത്വവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം. ഈ യുദ്ധം ആര് ജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഓരോ പുതിയ പ്രഭാതവും. അങ്ങനെ വിധിനിർണയവും കടന്ന് തന്റെ ഏറ്റവും വലിയ ശത്രുവിനെയും നേരിട്ട് കഴിഞ്ഞ റാ ഇപ്പോൾ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് രൂപാന്തരത്തിന്റെ ഘട്ടമാണ്. തന്റെ കൂടെയുള്ള ദേവന്മാരുടെ സഹായത്തോടെ ശക്തമായ മാന്ത്രികവിദ്യ ഉപയോഗിച്ച് റാ എപേപ്പിനെ കീഴടക്കുകയാണ്.
അങ്ങനെ അരാജകത്വത്തെ തോൽപ്പിച്ച് സൂര്യനെ വീണ്ടും ലോകത്തിലേക്ക് മടങ്ങിവരാനുള്ള വഴി തുറന്നു കിട്ടുന്നു. ഇവിടെയാണ് റായുടെ ആ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുന്നത്. രാത്രിയിലെ പ്രായമായ സൂര്യദേവൻ പ്രഭാതമാകുമ്പോഴേക്കും ഖെപ്രി എന്ന പുതിയ രൂപത്തിലേക്ക് മാറുന്നു. ഖെപ്രി എന്ന് പറഞ്ഞാലേ ചാണകവണ്ടാണ്. പുനർജന്മത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെയും ഏറ്റവും വലിയ പ്രതീകമായിരുന്നു അവർക്കാ വണ്ട്. അങ്ങനെ പുനർജനിച്ച ഖെപ്രിയെ അദ്ദേഹത്തിന്റെ അനുയായികൾ പാതാളത്തിൽ നിന്നും പ്രഭാതത്തിലെ ആകാശത്തേക്ക് വലിച്ചു കയറ്റുന്നു. അതോടെ മനുഷ്യർക്ക് ഒരു പുതിയ ദിവസം കൂടി ലഭിക്കുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ കേട്ട ഈ സങ്കീർണമായ കഥയ്ക്ക് പുരാതന ഈജിപ്തുകാരുടെ ജീവിതത്തിൽ എന്തായിരിക്കും പ്രാധാന്യം? എന്തിനാണവർ ഈ യാത്രയെ ഇത്ര കാര്യമായി കണ്ടിരുന്നത്? ശരിക്കും പറഞ്ഞാല് ഈ കവാടങ്ങളുടെ പുസ്തകം അവർക്ക് പലതായിരുന്നു. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുമെന്നൊരു ഉറപ്പായിരുന്നു അത്. ലോകത്തെപ്പോഴും നന്മ തിന്മകളെ തോൽപ്പിക്കും എന്നൊരു വാഗ്ദാനമായിരുന്നു. എല്ലാത്തിനുമുപരി ഫാരോവയുടെ ആത്മാവിന് മരണാനന്തര ജീവിതത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഡീറ്റെയിൽഡ് ഗൈഡായിരുന്നു. ചുരുക്കി പറഞ്ഞാല് പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റും മരണശേഷം എന്ത് സംഭവിക്കും എന്നതിനുള്ള ഒരു യൂസർ മാനുവലും. അതായത് ഈജിപ്തുകാരെ സംബന്ധിച്ച് ഈ രാത്രിയിലെ പോരാട്ടം ഒരു നിസ്സാര കാര്യമായിരുന്നില്ല. ഒരൊറ്റ തവണ സൂര്യൻ ഉദിക്കാതിരുന്നാൽ മതി, അരാജകത്വം വിജയിക്കും, ലോകം അവസാനിക്കും. അത്രയേറെ പ്രാധാന്യത്തോടെയാണ് അവർ ഈ സംഭവത്തെ കണ്ടിരുന്നത്. അപ്പോ പുരാതന ഈജിപ്തുകാർക്ക് പാതാളം കടക്കാനുള്ള താക്കോല് അറിവായിരുന്നു അല്ലേ? അത് നമ്മളെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ സ്വന്തം യാത്രയ്ക്ക് നമ്മൾ എങ്ങനെയുള്ള മാപ്പുകളാണ് ഉണ്ടാക്കുന്നത്? ആത്യന്തികമായി നമ്മളെ സംരക്ഷിക്കുന്നത് നമുക്കുള്ള അറിവാണ് എന്ന പുരാതന ആശയം ഒരുപക്ഷേ ഇന്നും വളരെ പ്രസക്തമാണ്.